വിശ്വസിക്ക എന്താടാ അവരിത് കാണുമ്പോ ഞെട്ടുന്ന കാണാനാണ് എനിക്കിഷ്ടം. കുട്ടാപ്പിയേ, കൺമണിയേ, കൊച്ചമ്മ ലക്കി ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. ഇതുവരെ കണ്ടില്ലാത്ത ഹോട്ടൽ. രസമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നല്ലേ. ഒരു കുളിർമ ഇത്രയും പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോ. അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് എന്താ പറയുക ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷമുള്ള നമ്മുടെ ബർത്ത്ഡേ ട്രിപ്പ് ഇന്ന് ഇവിടെ തുടങ്ങുക. ഞാനും എൻ്റെ കുഞ്ഞു മക്കളും ഇതോ അവിടെ ഇരിക്കുന്നു. ഒരുപാട് പോയില്ലോ എന്ന് പോലും നമ്മൾ ഡൗട്ട് അടിച്ച് സംശയിച്ചാണ് ഈ ട്രിപ്പ് വന്നത്. ഫുഡ് പോയിസൺ, പിന്നെ വരണില്ല, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ദൈവമേ. കുട്ടിമണിയേ ഹലോ പറ. നമ്മളെവിടെ പോവാ? ഇപ്പോ ഹാപ്പിയായി വരുന്നുണ്ടോ? ഓൾ സെറ്റാണോ ഇപ്പൊ? കുട്ടിമണി നമ്മളെവിടെയാ പോണത്? നമ്മളെവിടെയാ പോണേ? ആ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് എയർപോർട്ടിൽ വന്നതേ ഉള്ളൂ. 3 കുഞ്ഞുങ്ങളും രാജസ്ഥാനിൽ ഉദയ്പൂർ എത്തി. അപ്പൊ തന്നെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു വീഡിയോ എടുക്കാതെ പോകും അല്ലെ കുഞ്ഞുമോളെ? ഹായ് കുട്ടിമണി, വെൽക്കം ടു ഉദയ്പൂർ. ഹായ്, ഹൗ ആർ യു? ഹൗ വാസ് ദ ജേർണി? വെരി നൈസ്. ഹൗ ഇസ് ദ ഫുഡ് പോയ്സൺ? എന്റെ മോനെ, അങ്ങനെ ഉദയ്പൂർ എത്തി. ബാഗ് കഴിക്കുന്ന അപ്പാപ്പനെ ഒന്ന് മൈൻഡ് ചെയ്യ്. ഇത് ഈ അപ്പാപ്പനെ. അങ്ങനെ 4 വർഷം മുമ്പ് ഞാൻ വന്നതാ. അങ്ങനെ ഇതാ സെപ്റ്റംബർ 21-ാം തീയതി. എനിക്ക് ഇവരുടെ എക്സൈറ്റ്മെന്റാ കാണേണ്ടത്. വിശ്വസിക്ക എന്താടാ? കുട്ടിമണിയേ, ഞാൻ 4 വർഷം മുമ്പ് വന്ന ഒരു വ്ളോഗിൽ ഞാൻ നിങ്ങളെ കാണിച്ചാണ് ഒബ്രോയ് ഉദയ് വിലാസ്. ആ സ്ഥലത്ത് നമ്മൾ അങ്ങോട്ടൊന്നും പോവല്ലേ, സൂക്ഷിച്ച്. അങ്ങനെ വരുവോ വരാണ്ടിരിക്കോ എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ഭയങ്കര സംശയത്തില് അവസാനം നമ്മളിതാ എത്തി. അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. ഇവരുടെ കൂടെ വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇനി ട്രിപ്പ് മുടങ്ങുമെന്നുള്ളത് ഞാനൊരു സങ്കടത്തിലിരിക്കുകയായിരുന്നു. കാരണം പിള്ളേർക്ക് ഫുഡ് പോയ്സൺ അടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് നോക്കിയും കണ്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവരിത് കാണുമ്പോൾ ഞെട്ടുന്ന കാണാനാണ് എനിക്കിഷ്ടം. കൺമണിയേ, ഇല്ലില്ല, എങ്ങനെയുണ്ടടി? എനിക്ക് ഏറ്റവും ഈ ഹോട്ടലിന്റെ ഏറ്റവും രസമുള്ള സ്ഥലം എനിക്ക് തോന്നിയേക്കുന്ന ഇതാട്ടോ. ഇങ്ങോട്ട് പോയ കേട്ടോ, വെള്ളാന്ന് തോന്നിയത് അല്ലേ? എന്റെ അമ്മേ, ഇത് രസം ഇത് അല്ലേ? ഇതെന്നാ എഴുതിയേക്കുന്ന ചക്കര? ഡോണ്ട് മീ ഇൻ ദ സ്റ്റെപ്പ് എന്ന് കേട്ടോ. കറക്റ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു സംശയമില്ല കേട്ടാ. Please do not step on the marble. ഉണ്ടോ ചേച്ചി വായിച്ചേ? Do not step. മഴ വരുന്നുണ്ട് കേട്ടോ. Step on the marble. മിഡിക്ക് ഇത് ഫുള്ള് പറയാ. Step on the marble. സിംഗിൾ പീസ് ഓഫ് മാർബിളും കൊണ്ടാണ് ഇത് പണിതേക്കുന്നതെന്ന്. ഇത് പണിതേക്കുന്നത് സിംഗിൾ പീസ് ഓഫ് മാർബിളും കൊണ്ടാണ്.
ഇത് കൊച്ചമ്മയുടെ വീഡിയോയിൽ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഓർമ്മ വല്ലതും വരുന്നുണ്ടോ? ഇല്ലല്ലേ. എടി കുറ്റിമണി, ഞാൻ നിങ്ങളെ കാണിക്കാനായത് വീണ്ടും വന്നേക്കുന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് പറ. ഇത് മിസ് ചെയ്തിരുന്നെങ്കിലോ? ആ, എനിക്കിത് സങ്കടമായെന്നറിയോ? ഓ യോ, ഇതേ ഫ്ലവർ വീണു, അത് കണ്ടില്ല. ഇനി വരികയല്ല, എനിക്കറിയില്ല. ആ രാജസ്ഥാന്റെയും ജയ്പൂരിന്റെയും ഉദയ്പൂരിന്റെ ഒക്കെ കൾച്ചർ എന്താണ്? ഇങ്ങനത്തെ ഇവരുടെ എന്താ പറയാ, ജം പാലസ് ഒക്കെ ഉണ്ട് ഒരുപാട്. ഇവരുടെ മുത്തുക്കളില്ലേ, സ്റ്റോൺസ്. നമ്മുടെ കൊച്ചിയിൽ ഇവരുടെ മാലകളൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ സ്റ്റോൺസ് ഒക്കെ ഇല്ലേ, അവർക്ക് അവിടെ എന്തോ ഉണ്ട്. ഓ മൈ ഗോഡ്, ഭയങ്കര അടിയില്ലേ. വുഡൻ ടോയ്സ്. യാത്രയൊക്കെ കഴിഞ്ഞ് അവർ വന്ന പടം ഉണ്ട്. ടയർഡ്, നല്ല റിഫ്രഷിങ് ടവലൊക്കെ യൂസ് ചെയ്യാണ്. ടോയ് കൊടുത്തു കാണോ അത് തിരിച്ചു? അറിയില്ല, അതേ ടോയ് ഉണ്ട് എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്താ സ്നെയില് കാണിച്ച് ടോയ് കാണാൻ പറ്റുന്നില്ല. കുട്ടിമണിയുടെ ടോയ് കാണിച്ച്, കുട്ടിമണിയുടെ ടോയ് കാണിക്ക. എന്ത് ജ്യൂസ്? എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെ ഞങ്ങളുടെ റോസ് സെൻറ്റഡ് ജിഞ്ചർ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മളെ റൂമിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ടൈമും നമ്മൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചു. അപ്പോൾ എന്തായാലും അവർ അപ്ഗ്രേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഷാൽ വി ഗോ? യാ, ഓക്കെ. നൈസ് യൂണിഫോം. കമോൺ കിഡ്സ്. കൊച്ചമ്മ ഇന്ന് ലക്കി ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. ഇതുവരെ കണ്ടില്ലാത്ത ഹോട്ടൽ. എൻ്റെ ടാക്കര പെണ്ണിനെ എൻ്റെ ഇല്ലേ. ഇതുണ്ടോ? നിങ്ങൾ 3 പേരുമാണോ ഇരിക്കുന്നത്? ഇത് അപ്പൊ ഞാൻ എവിടെയാ? ഇല്ലേ, ഇത് ക്യാൻഡിൽ റൂം എന്ന് പറയും. രാത്രി നല്ല രസമായത്. ഇങ്ങനെ ഭയങ്കര എലഗന്റ് ആയിരിക്കും. ഇതിങ്ങനെ എല്ലാ ലൈറ്റ്സും കൂടെ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും 1,75,000 ഗ്ലാസ് പീസ് വെച്ച് ഉണ്ടാക്കിയതാണ് ഇത്. സൺ ഇൻസിഗ്നിയ എന്നാണ് ഈ ഒരു ഏരിയയുടെ പേര്, ഈ ഒരു കോർട്ട്യാർഡിന്റെ പേര് അല്ലേ? One is here and one is at the main gate. That one little bit bigger than this. Yeah. And 2 is also there in the city palace, which is made up of gold. സിറ്റി പാലസിൽ ഇതേപോലെ പറഞ്ഞുണ്ട്. ഉദയ്പൂരിന്റെ മെയിൻ ആണ് സിറ്റി പാലസ്. അത് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതാ. അതിന്റെ ഒരു മിനി വേർഷൻ ആണ് ഇത്. അത് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതാ. അതിന്റെയാണ് മിനി ഒരു വേർഷൻ ആണ് ഈ ഇരിക്കുന്നത്. ഇത് നടുക്ക് സ്വർണം വെച്ചേക്കുന്ന കണ്ടോ? സിറ്റി പാലസ് എന്ന് പറയുന്നത് ഉദയ്പൂരിന്റെ വലിയൊരു സംഭവമാണ്. അത് കാണാൻ എല്ലാവരും ഒക്കെ പോണത് വൈകുന്നേരം ഒക്കെ. അപ്പൊ കിങ് വർഷിപ്പ് ചെയ്യുന്നൊക്കെ ഇത് വെച്ച് ഇതിലൊക്കെ ആയിരുന്നു അല്ലേ തുടങ്ങുന്നതൊക്കെ? ഓക്കെ. സൺറൈസ് പോയിന്റ്. Good afternoon.
രസമായിട്ട് ഓരോ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നല്ലേ. This place is called the Kartikeya Lawn. The statue that you can see here. So we found a statue during the construction of Uday Vilas, just at the same place below the Kartikeya God. കാർത്തികേയ ഗോഡ് എന്ന് പറയും. ഓ ഈ സ്റ്റാച്യു അല്ലേ? ഓക്കെ. The eldest son of Lord Shiva. ഓ എൽഡസ്റ്റ് സൺ ഓഫ് ലോർഡ് ശിവ, അതാണ് കാർത്തികേയ ഗോഡ്. ഓക്കെ. So also you can see so many peacocks here. ഇവിടെ ഒത്തിരി മയിലുകളൊക്കെ ഉണ്ടോ? മയില് മയിലിന്റെ ഒച്ച. It's a surprise because it's his birthday. നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് കാണിച്ചേ. വെൽക്കം മിസ് കിയാറ. കിയാര, മിസ്റ്റർ എഫ്രൈം മഞ്ജലി. നോക്കി താങ്ക് യു. ഇത് അവര് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. പക്ഷെ പിള്ളേർക്ക് ഇവിടം വരെ വരാൻ പറ്റുള്ളൂ. ഇവിടം വരെ നോട്ടീസ് അതൊക്കെ റിസ്ക് ഡേഞ്ചർ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഇവിടം വരെ ഉണ്ട് പൂള്. എത്ര 9 റൂംസിന് വേണ്ടിയാണ് ഈ പൂള് കൊടുത്തേക്കുന്നത്. അങ്ങ് അവിടം വരെ പോവാം. ഇന്ന് രാവിലെ എന്താ പറഞ്ഞത്? ഐ എം ടയേർഡ്. ഞാനില്ല. ഇപ്പൊ ഇത് വരാതിരുന്നിരുന്നെങ്കിലോ? നമ്മള് ടീ കുടിക്കാൻ വന്ന 4 മണിക്കൊരു ഹൈ ടീ കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞു ടീ സെക്ഷൻ? ഔട്ട്ഡോർ ഒക്കെ ആയിരുന്നു വെക്കണം, മഴയാണ്ടാണ് അകത്തൊക്കെ. കുട്ടിപ്പണി ഓടി വാ. ഇതുണ്ടോ, ഇതായിരുന്നു നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട സംഭവം. ഇത് ഇവര് ഇപ്പം ലൈവായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഭയങ്കര വെറ്റാണ് കേട്ടോ. അത് ഉണ്ട്. ഇപ്പം നമ്മുടെ കൈ തുടരുത് കൈ ഇങ്ങനെ കണ്ടോ, അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ട്. ഇപ്പം അവർ ഉണ്ടാക്കിയ ആൾ പോയി. നമുക്കിത് മിസ്സായിപ്പോയി. കുട്ടാപ്പി നമുക്കിത് കാണാൻ പറ്റിയില്ല. കമ്മണിക്കുട്ടി സങ്കടമായോ? ആ സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ പോയില്ല, ലേറ്റ് ആയിപ്പോയി. ഇതുണ്ടോ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ ചേട്ടൻ പോയതേ ഉള്ളൂ. 4 മണിക്കായിരുന്നു, നമ്മൾ വന്നപ്പോൾ 5 മണിയായി. താങ്ക് യു സോ മച്ച്. ഓക്കെ. പോട്ടറി മേക്കിംഗ് മിസ്സായിപ്പോയി നമുക്ക് കുട്ടാപ്പി. ടീ ഒക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി, ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വീണ്ടും ഈ ഉദയ് വിലാസ് എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്ലേസിലോട്ട് നമ്മൾ എത്തി. അവിടെ വെച്ചിട്ട് നമ്മളിതാ ഇതിന്റെ മുകളിലോട്ട്, നമുക്ക് അതിന്റെ മുകളിലോട്ടൊന്ന് കയറി പോയാലോ?
അയ്യോ എന്ത് മനോഹരമായ രസമുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ കണ്ണിന് തന്നെ നമുക്ക് എന്തോ ഒരു കുളിർമ ഇത്രയും പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോ. മയിൽപ്പീലി ഫ്രഷ്. ഇത് നിങ്ങൾ കാണുന്ന ഡ്യൂപ്ലിക്കേറ്റ് മയിലല്ല ഇതേട്ടോ, നമ്മുടെ ഒറിജിനൽ മയിൽ ഇവിടെ പൊഴിച്ചിട്ടേക്കണ. കൺമണി ഇനിയൊക്കെ ഉള്ള എന്ത് വേണം കാണിച്ചേ. ഫ്രഷ് എവിടെ മയിലിന് മനസ്സിലായി, പുറകെ വരുവോ പിടിക്കാൻ. കണ്ടോ കൺമണി കൊടുക്കുവാണ്, കൺമണിക്ക് കിട്ടിയ മയിൽപ്പീലി. അമ്മേ മയിലാന്ന് വിചാരിച്ചു. ആ മയില് പറക്കും, മയില് പറക്കും, അത്യാവശ്യം പറക്കും. പക്ഷെ ഇത്രയും പൊക്കത്തിൽ പറക്കുമെന്ന് എനിക്കറിയില്ല. എൻജോയ് ചെയ്യണുണ്ടോ? എൻജോയ് ചെയ്യണുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടുന്ന് പോവാം. ആ എന്ത് രസാ നോക്കിയടി, എല്ലാ പ്രാവും കൂടെ നിൽക്കുന്ന. എന്തി മറ്റേ ആള്, ഒരാളെന്തി? ഇതാണ് കേട്ടോ നൈറ്റില് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ക്യാൻഡിൽ റൂം എന്ന് പറഞ്ഞ് നമ്മൾ അതിന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാ. ഈ രാത്രിയിലോ എവിടെ പോണു ബാഗൊക്കെ തൂക്കി? എല്ലാരും കേട്ടോ, കമ്പനിയെ ഇതെന്താ സൈഡില് ഡാൻസാ? അങ്ങനെ ഞങ്ങൾ ഇന്നൊരു ഉഗ്രൻ രാജസ്ഥാനി ഡിന്നറൊക്കെ കഴിച്ച് ലാസ്റ്റ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡെസേർട്ടാണ്, പേര് ഞാൻ മറന്നുപോയി. അടിപൊളി ഡ്രസ്സാണുള്ളത് രണ്ടുപേർക്കും, സെയിം സെയിം. കമ്മടി ചേച്ചിയാണ് എപ്പോഴും കുട്ടിമണിക്ക് കെട്ടിത്തരുന്നത്. കൊച്ചുമ്മയുടെ സൗണ്ടൊക്കെ മാറി. ബർത്ത്ഡേയുടെ ദിവസം തന്നെ നല്ല ജലദോഷമായി. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഓ തിരിച്ചും മുടി കെട്ടിത്തരുവോ? ചെട കളയാണോ? വാവ്. Happy birthday to you.
birthday to you. Happy birthday, കൊച്ചമ്മേ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ഡേ ഇന്നിവിടെ തുടങ്ങുകയാണ്. അതെ, സെലിബ്രേഷൻ ഒന്നുമില്ല, അങ്ങനെ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണു. ഉണ്ടോന്ന് വെച്ചാൽ സെലിബ്രേഷൻ ഉണ്ട്. നമ്മൾ വേറൊരു ഹോട്ടലിലോട്ട് പോണു. ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. നിങ്ങൾ ഇന്നലെ കളിച്ച ഇതേ ആ പൂളാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്ന സ്ഥലത്തുനിന്ന് കാണാൻ പറ്റുന്നത് കേട്ടാ. ഇത് ആരാ? രക്ഷയായിട്ട് മുടിയൊക്കെ കെട്ടിട്ടുണ്ട്. കമ്മണി ചേച്ചിയാണല്ലോ. നല്ല രസമുണ്ടല്ലോ രണ്ടുപേരുടെ ഡ്രസ്സ് കാണാൻ. ഒന്ന് കണ്ടോട്ടെ രണ്ടുപേരുടെ ഡ്രസ്സ് ഒന്നവിടെ നിന്നേ. നല്ല ഡ്രസ്സാണല്ലോ ഇത്. അതെ, കുഞ്ഞുമോടെ പിറന്നാൾ ഡ്രസ്സാണ്. താങ്ക് യു കുഞ്ഞുമോളെ. പിറന്നാളിന്റെ ഒന്ന് പുതിയ ഡ്രസ്സ് ഇടണമെന്നുണ്ട്. വേറെ ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത് ഇടുന്നതിന് മുമ്പ് ഒരു പുതിയ ഡ്രസ്സ് കിട്ടണമെന്ന് എനിക്ക് കുഞ്ഞുമോളെ എനിക്ക് ഗിഫ്റ്റ് ഒന്ന്. താങ്ക് യു കുഞ്ഞുമോൾ. നിന്റെ ഡ്രസ്സിലൂടെയാണ് എന്റെ ഈ വർഷം തുടങ്ങാൻ പോവുക. അതുപോലെ വിഷസ് അറിയിച്ച അല്ലെങ്കിൽ അറിയിക്കാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവണം. ഓരോ വർഷവും കടന്നു പോകുമ്പോഴും ദൈവം ഇത്രയും ഭംഗിയായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നു. ഓരോരോ സ്ഥലങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കാനും ഈ പിള്ളേരുടെ കൂടെ വരാനും ഒക്കെ പറ്റുന്ന അതെന്നെ വലിയ ദൈവാനുഗ്രഹം. അതൊക്കെ താങ്ക് യു. ബ്രേക്ക്ഫാസ്റ്റിൽ ബാക്കിയുള്ള സ്ഥലത്തില്ലാത്ത ചില വ്യത്യസ്തമായ ഞാൻ എന്തെങ്കിലും കണ്ടത് പറയാനാണെങ്കിൽ ധോക്ല ഈ രാജസ്ഥാൻ ഈ ഒരു ഏരിയയിലെ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. പിന്നെ ഇതെന്താ പട്ടയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില ഐറ്റംസ് ഇവിടുത്തെ സ്പെഷ്യൽ വെച്ചിട്ടുണ്ട്. ബദാം സോഫ്റ്റ് ആൽമണ്ട്സ് പലപ്പോഴും വെച്ച് കാണാറില്ല. ഇതിവിടെ അതും വെച്ചിട്ടുണ്ട്. വാൾനട്ടും വെച്ചിട്ടുണ്ട്. ഒക്കെ തന്നെ. Happy എവിടാ നമ്മുടെ കേക്ക്? തുറക്ക് 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 തുറക്ക്. വാ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള വരാന്തയുടെ ഇവിടെ, ഞങ്ങളുടെ റൂം ഇവിടെയാണെങ്കിൽ ആ ഇത് നമ്മുടെ വീടല്ലേ ഇപ്പോ. ഇതാണ് ഞങ്ങളുടെ റൂമിന്റെ അങ്ങോട്ടുള്ള ഇത് വഴി. ഇതൊക്കെ നമ്മുടെ വീടാണ്. ഇതൊക്കെ നമ്മുടെ വീടല്ലേ ഇപ്പൊ. ഹായ് കുട്ടാപ്പി. നമ്മുടെ വീട് നമ്മുടെ കൊട്ടാരമാണ്. ഇന്ന് ഈ കൊട്ടാരം നമ്മുടെ വീടാണ് കേട്ടോ. ഈ കൊട്ടാരത്തിലെ 3 അന്തേവാസികളാണിത് കേട്ടോ. ഈ അന്തേവാസികളെല്ലാം കൂടെ ചേർന്ന് വേറൊരു അന്തേവാസിയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. അതിൽ കുറച്ചുകൂടെ ഹാപ്പി ആവാം. അത് വേറൊരു അന്തേവാസി എങ്ങോട്ടൊക്കെ പിടച്ച് കയറി പോണു. ഹലോ ഹായ്. ഞാൻ തന്നെ കട്ട് ചെയ്യേണ്ടി വരുന്നു. എല്ലാവരും അവിടെ ഹലോ ബാബാ. ഇനി അങ്ങോട്ടും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും സ്നേഹവും ബ്ലെസ്സിങ്ങും ഒക്കെ എനിക്ക് വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണം. അപ്പൊ ഇങ്ങനെ ഒരു പിറന്നാള് അത് ഇത്രയും ഇങ്ങനെ ഒരു നല്ല സ്ഥലത്ത് ആഘോഷിക്കാൻ പറ്റിയതന്നെ ദൈവത്തിന് നന്ദി പറയണം. അല്ലെ കുഞ്ഞുമോളെ? എല്ലാ വർഷവും ഇങ്ങനെ എല്ലാ വലിയ വലിയ സ്ഥലത്തൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സമാധാനവും സന്തോഷവും ആരോഗ്യവും ഇതാണ് റീമി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു മനസ്സമാധാനം, സന്തോഷം, ആരോഗ്യം. അപ്പൊ കേക്ക് കെട്ടിയിട്ടെ.
to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. Thank you. May the good God bless you. May the good God bless you. May the good God bless you. Yay! Happy birthday! Happy birthday! തരും എല്ലാരും കൈയിട്ട് വാരം. സ്വന്തമായിട്ട് 3 കൊച്ചുങ്ങൾ 3 പേരെ കണ്ടോ? ഞാൻ തന്നെ കഴിക്കാം. ഇത്ര പറഞ്ഞിട്ട് പോലും നോക്കി ഇത്ര നേരം ആരെങ്കിലും തരുന്നുണ്ടോ? നിങ്ങളിവിടെ ഡാൻസ് കളിക്കാവോ പിള്ളേരെ? കറക്റ്റ് ആണല്ലോ ആ ഡ്രസ് ഇതൊക്കെ. थोड़ी फुर्सत भी मेरी जान कभी बाहों को दीजिए. थोड़ी फुर्सत भी मेरी जान कभी बाहों को दीजिए. आज की रात मजा हुस्न का आँखों से लीजिए. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോവാണ്, അടുത്ത ഹോട്ടലിലോട്ട് പോവാണ്. മക്കളെ ഹാപ്പി ആണോ? റെഡി അല്ലേ പോവാൻ? നെക്സ്റ്റ് ഹോട്ടലിലോട്ട് പോവാൻ റെഡി ആണോ? ബർത്ത്ഡേ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മള് ബോട്ട് പോകുന്നതിന് മുൻപ് ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് ലഞ്ച് പറഞ്ഞിട്ടുണ്ട്. തുമ്മി ഞാൻ അവശയായ ഒരു പിറന്നാളും കൂടെയാണ്. ജലദോഷം തുടങ്ങിയ നല്ല ബെസ്റ്റ് ദിവസം. പക്ഷെ അതൊക്കെ ഞങ്ങൾ മറന്ന് നല്ല ചൂട് ഒരു ചപ്പാത്തിയും പരിപ്പ് കറിയും കഴിക്കാന്ന് വെച്ചു. ബേബി എന്താ പറഞ്ഞേക്കുന്നത്? ബേബി എന്താ ഓർഡർ ചെയ്തേക്കുന്നത്? ആണോ? പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞത് നന്നായി ഇപ്പോഴെങ്കിലും. പിന്നെ ചില്ലി ചിക്കൻ ആണോ? ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഇന്നലെ രാത്രിയിലായിരുന്നു. പപ്പടവാ. പപ്പടം എടുത്തോ. പപ്പടം കഴിച്ച കുഴപ്പമുണ്ടോ? ഞങ്ങൾ ഇവിടുന്ന് ബൈ പറയുമ്പോഴത്തേക്കും കൺമണി സ്വീറ്റ്സ് ചോദിച്ചതേ ഉള്ളു അല്ലേ? ഇതേ സ്വീറ്റ്സ് വന്നേക്കണം നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ്. ഇഷ്ടമായി നോക്കിയേ കുട്ടിമണി. താങ്ക് യു. കുട്ടാപ്പി എടുത്തു. വായോ, നമ്മളിപ്പോ ഇതാ ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞു വേണേ. കൊട്ടാരത്തിന്ന് നമ്മള് പോവാ. കൊട്ടാരത്തിന്ന് കുടിലേക്ക് വരൂ. എന്നാ കുട്ടാപ്പി എപ്പോഴും കൊട്ടാരത്തിൽ താമസിക്കാൻ പറ്റുമോ? അങ്ങ് ഇറങ്ങ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങും. മതി ഏട്ടാ. താങ്ക് യു. ബൈ താങ്ക് യു. വന്ന പോലെ തന്നെ നമ്മള് ജസ്റ്റ് ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് ബൈ പറയണം. കേറിക്കോ വണ്ടി കേറിക്കോ. ഇതാ ബർത്ത്ഡേയില് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാ. കമ്മണി ചേച്ചി വരാണ്ട് കമ്മണി വരില്ല. ഞങ്ങൾ ഈ ഹോട്ടലിനോട് ബൈ പറഞ്ഞു പോവാ. ബൈ. നമ്മൾ വിഷമിക്കിട്ടാ. നമ്മളിപ്പോ പോണ എങ്ങോട്ടാ? ഇപ്പൊ പോട്ടെന്ന് അറിഞ്ഞാ മതി. അടുത്ത സ്ഥലം പീക്കോക്കിന് കാണാൻ പറ്റിയില്ല. എവിടെ? മയില്. ഇവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് താമസിക്കാൻ പോണത്. ബോട്ടിലാണ് പോണത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ ഹോട്ടലുകൾ അല്ലെങ്കിൽ വൺ ഓഫ് ദ ഏറ്റവും ഫേമസ് ഹോട്ടലുകളിലും പെടുന്ന ഒരു കൾച്ചർ ഹിസ്റ്റോറിക്കലായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ഹോട്ടലാണ് ടാജ് ലേക്ക് പാലസ്. നമ്മൾ അങ്ങോട്ടാണ് പോണത്. ബോട്ടിൽ പോണം. ബോട്ട് ജെട്ടിയിലോട്ടാണ് പോണത്.
രാജിന്റെ ബോട്ട് വരും, ജെട്ടിയിൽ വന്നിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് പോകും. ബോട്ട് ചിക്കിടെ അങ്ങോട്ട് പോവാണേ. ഓക്കെ, മരമൊക്കെ നോക്കി നമ്മൾ നേരെ പോണു. ബോട്ടിൽ ജീവിക്കാന്നോ? ആണോ? ആ ഇഷ്ടായടാ? തകര